കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള മാത്സ് സീരീസ് നമ്മൾ 2 പാർട്ട് ഓൾറെഡി കഴിഞ്ഞിരുന്നു. ഇത് 3ാമത്തെ പാർട്ടാണ്. നമ്പേഴ്സ് എന്ന ചാപ്റ്ററിന്റെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് നമ്മുടെ സിലബസിൽ കിടക്കുന്ന ആ ചാപ്റ്ററിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് LGS പരീക്ഷകൾക്ക് നേരത്തെ വന്ന ഓരോ ചോദ്യങ്ങളും നമ്മൾ കാണുന്നു. അപ്പം ഇന്ന് 3ാമത്തെ പാർട്ട് വീഡിയോയിൽ കുറേ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നു. ഇന്നും കൂടെ നമ്മൾ നമ്പേഴ്സ് തന്നെ പഠിക്കുന്നു. അടുത്ത വീഡിയോ മുതൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്പേഴ്സിന്റെ എക്സാമിന് ചോദിച്ച കുറേ ചോദ്യങ്ങൾ തീർത്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: 100ന്റെ വർഗ്ഗമൂലം എത്ര? വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയർ റൂട്ട് ആണ് അല്ലേ? അപ്പം 100ന്റെ വർഗ്ഗമൂലം എത്ര എന്ന് ചോദിച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 100 എത്ര എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം സ്ക്വയർ റൂട്ട് ഓഫ് 100ന്റെ വില എത്രയാ? 10 അല്ലേ? അപ്പം വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ആണ് കേട്ടോ. വർഗ്ഗമൂലം സ്ക്വയർ റൂട്ട് ആണ്. വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ടും വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയറുമാണ്. കേൾക്കുന്നുണ്ടല്ലോ, മാറിപ്പോകരുത്. 100ന്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ക്വയർ റൂട്ട് കാണാനാണ്. 100ന്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. അടുത്ത ചോദ്യം: ലൈല ദിവസേന 6 ലിറ്റർ പാൽ മിൽമ സൊസൈറ്റിയിൽ കൊടുക്കുന്നു. 1 ലിറ്റർ പാലിന് 50 രൂപ കിട്ടുമെങ്കിൽ ഒരാഴ്ചയിൽ ലൈലയ്ക്ക് എത്ര രൂപ അവിടെ നിന്ന് ലഭിക്കും? ഒരു ദിവസം 6 ലിറ്റർ പാൽ വിൽക്കുന്നുണ്ട്. 1 ലിറ്റർ പാലിന് 50 രൂപയാണ്. അപ്പോൾ 6 × 50 അല്ലേ? 300 രൂപ ഒരു ദിവസം വരുമാനം കിട്ടും. അങ്ങനെ ഒരാഴ്ചയിൽ എത്ര കിട്ടുന്ന? അപ്പം 300 × 7 ചെയ്താൽ ഒരാഴ്ചയിൽ എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് കിട്ടും. ആൻസർ 2100 രൂപ എന്നാ വരുന്നത്. 2100 രൂപ അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് കിട്ടുന്നത്. സിമ്പിൾ അല്ലേ? ഒരു ദിവസം 6 ലിറ്റർ വിൽക്കും. 1 ലിറ്ററിന് 50 രൂപയാണ്. അപ്പം 6 ലിറ്ററിന് 300 രൂപ. അങ്ങനെ ഒരാഴ്ച വിൽക്കുമ്പോൾ 300 × 7 2100 രൂപ. അടുത്ത ചോദ്യം: രാമു കിലോഗ്രാമിന് 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരിയും 45 രൂപയ്ക്ക് 1 കിലോഗ്രാം പഞ്ചസാരയും 98 രൂപയ്ക്ക് വെളിച്ചെണ്ണയും വാങ്ങി. 500 രൂപ കൊടുത്താൽ രാമുവിന് എത്ര രൂപ തിരിച്ചു കിട്ടും? രാമു കിലോഗ്രാമിന് 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരി വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ മക്കളെ? 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരി വാങ്ങിയാൽ 160 രൂപ അരിക്കായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അരിക്കാകെ 160 രൂപയായിട്ടുണ്ട്. ഇനി 45 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങി. അപ്പോൾ പഞ്ചസാരയ്ക്ക് 45 രൂപയായിട്ടുണ്ട്. ഓക്കെ, 98 രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് 98 രൂപയും ആയിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് കൂട്ടാം. കൂട്ടുമ്പം നമുക്ക് കിട്ടുന്നത് 303 എന്നാണ് അല്ലേ? അപ്പം 32 രൂപ വിലയുള്ള 5 കിലോഗ്രാം അരി വാങ്ങി. അപ്പം 32 × 5 160 രൂപയായി. 45 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങി. 98 രൂപയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 303 രൂപയായി. 500 രൂപ കൊടുത്താൽ എത്ര രൂപ തിരിച്ചു കിട്ടും എന്ന് ചോദിച്ചാൽ 500 നിന്ന് 303 കുറച്ചാൽ മതി. ആണോ? ആൻസർ 197 രൂപ തിരിച്ചു കിട്ടും എന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ 197, ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്തത്: ഒരു പേപ്പർ ഷീറ്റ് 10 കഷ്ണങ്ങളാക്കി മുറിച്ചു. അതിലൊരു കഷ്ണം എടുത്ത് വീണ്ടും 10 കഷ്ണങ്ങളാക്കുന്നു. വീണ്ടും അതിലൊന്നെടുത്ത് 10 കഷ്ണങ്ങളാക്കുന്നു. വീണ്ടും അതിലൊന്നെടുത്ത് 10 കഷ്ണങ്ങളാക്കിയാൽ ആകെ എത്ര പേപ്പർ കഷ്ണങ്ങൾ ഉണ്ടാകും? ഓക്കെ, നല്ലൊരു ചോദ്യമാണേ. അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഒരു പേപ്പർ കഷ്ണം എടുത്ത് 10 കഷ്ണങ്ങളാക്കി മുറിച്ചു എന്നല്ലേ ആദ്യം പറഞ്ഞേക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ 10 കഷ്ണങ്ങളാക്കുന്ന വരയ്ക്കുവാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 കണ്ടല്ലോ. 10 കഷ്ണങ്ങളാക്കി മുറിച്ചു ഒരു പേപ്പറിനെ. ഇനി അതിലൊരെണ്ണം എടുത്തു. ഈ കഷ്ണം എടുത്തു. അതിനെ ഈ ലാസ്റ്റത്തെ കഷ്ണം എടുത്തു. ഈ ലാസ്റ്റ് കഷ്ണം എടുത്തിട്ട് വീണ്ടും 10 ആക്കി മുറിച്ചു. 1 2 3 4 5 6 7 8 9 10 അല്ലേ?
അപ്പോൾ ആ ലാസ്റ്റ് കഷ്ണം ഇത് ഇല്ലാതാകുമല്ലോ, ഇതിനെയല്ലേ 10 മുറിക്കുന്നു. അപ്പോൾ ഇത് എന്തായാലും പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആകെ എത്രയുണ്ട്, ഇവിടെ ആകെ 9 ഉണ്ട്. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്തു, ഈ അവസാനത്തെ കഷ്ണം എടുക്കുന്നു അല്ലേ, അവസാനത്തെ കഷ്ണം എടുത്ത് വീണ്ടും 10 മുറിക്കും. ഇതാ എടുക്കുന്നത്, അതെടുത്ത് മുറിക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 10 അല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 9 ഉള്ളൂ, കാരണം അവസാനത്തേത് എടുത്ത് മുറിച്ചു അല്ലേ. ഇനി ഇവിടുത്തെ അവസാനത്തേതും എടുത്ത് 10 കഷ്ണങ്ങളാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അവസാനത്തെ ഇതിനെ എടുത്ത് വീണ്ടും 10 കഷ്ണങ്ങളാക്കുന്നു. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ വീണ്ടും ഇതും ക്യാൻസലായി, കാരണം അതാണ് 10 മുറിച്ച്. അപ്പോൾ ഇവിടെ 9 വരും അല്ലേ. ഈ ലാസ്റ്റ് അവസാനം 10 വരും അല്ലേ. എല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാ നോക്കിക്കേ, 9 9 18 9 27 10 37. അപ്പോൾ ആകെ എത്ര കഷ്ണങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ 37 എന്നാ കിട്ടുന്നത്. നല്ല ചോദ്യമല്ലേ? ഒന്നുമില്ല മക്കളെ, ഒരു പേപ്പർ കഷ്ണം 10 മുറിച്ചു. ഇതാണ് 10 കഷ്ണങ്ങൾ, ഇതാണ് ആകെ 10 കഷ്ണങ്ങൾ കണ്ടോ. അതിൽ അവസാനത്തെ കഷ്ണം വീണ്ടും 10 മുറിച്ചു ആണോ, ഒരു കഷ്ണം. ഈ അവസാനത്തെ കഷ്ണം 10 മുറിച്ചാൽ പിന്നെ ഈ ഒരു കഷ്ണം ആണല്ലോ 10 മുറി, ഇത് പോയി. ഓക്കെ, അതെടുത്ത് വീണ്ടും 10 മുറിച്ചു. ഇനി അതിൽ ഒരെണ്ണം എടുത്ത് വീണ്ടും 10. ഈ അവസാനത്തെ എടുത്ത് 10 മുറിച്ചാൽ ഇത് എന്തായാലും 10 മുറിഞ്ഞു പോയി. ഓക്കെ, വീണ്ടും അവസാനത്തെ എടുത്ത് 10 മുറിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ 9 ബാക്കി വരും, ഇവിടെ 9 ബാക്കി വരും, ഇവിടെ 9 ബാക്കി വരും, അവസാനത്തെ 10 വരും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 37 കിട്ടും. സോ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 37 എന്ന് വരും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തത് സംശയമില്ലല്ലോ. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ചോദ്യം, 7⁵ ഇൻറ്റു 3⁵ ഇൻറ്റു 11⁵5 ഈ ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഈ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ അവസാനത്തെ അക്കം എന്നാണ്. അതായത് ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിൻ്റെ അവസാനത്തെ അക്കമാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത്. മക്കളെ, ഇത് 7⁵ ഇൻറ്റു 3⁵ ഇൻറ്റു 11⁵ ആണല്ലോ അല്ലേ. ഇത് ഞാൻ ഇങ്ങനെ എഴുതുവാണ്, 7 ഇൻറ്റു 3 ഇൻറ്റു 11⁵ എന്ന് ഒരുമിച്ചാക്കി എഴുതി. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് 231 കിട്ടും. 231⁵5 എന്ന് വരും. 231⁵5. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ അവസാനത്തെ അക്കം 1 അല്ലേ ആണോ. 1ൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1 ആയിരിക്കും. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് 1 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, ഇവിടെ ശ്രദ്ധിച്ചേ. അതായത് a⁻m ഇൻറ്റു b⁻m ഇൻറ്റു c⁻m എന്ന് വന്നാൽ ഇതിനെ ഒരുമിച്ച് ABC എന്ന് എഴുതിയിട്ട് ഒരുമിച്ച് all⁻m എന്ന് എഴുതുന്നതിന് തെറ്റില്ല. അപ്പോൾ അതുപോലെ ഇതിൻ്റെ എല്ലാം പവർ 5 അല്ലേ മക്കളെ ആണോ. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് എഴുതിയിട്ട് ഒറ്റ പവർ ഒരുമിച്ച് കൊടുത്താൽ മതി 5 എന്ന്. അപ്പോൾ 7 ഇൻറ്റു 3 ഇൻറ്റു 11 all⁻5 എന്നായി. ഓക്കെ, ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ 231 all⁻5 എന്ന് വരും. കേട്ടല്ലോ. ഇനി 231 all⁻5ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണണം. ഒരു സംഖ്യയുടെ ലാസ്റ്റ് 1 വരുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1 ആയിരിക്കുന്നു. അതായത് 41⁻12 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനം 1 ആയിരിക്കും. 231⁻17 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1 ആയിരിക്കും. 6241⁻18 ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1 ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 1 വന്നാൽ അതിൻ്റെ മുകളിൽ ഏത് പവർ വന്നാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം 1 ആയിരിക്കും. മനസ്സിലായോ ടെക്നിക്ക്? അപ്പോൾ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നതിനെ ചേർത്ത് ഒരുമിച്ച് എഴുതി all⁻5 എന്ന് എഴുതി അല്ലേ. അപ്പോൾ 231 all⁻5 എന്ന് വന്നു. ലാസ്റ്റ് 1 ആണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിൽ ഏത് പവർ എഴുതിയാലും അവസാനത്തെ അക്കം 1 തന്നെയായിരിക്കും കേട്ടോ. ഇനി 0 വന്നാലും 5 വന്നാലും 6 വന്നാലും അങ്ങനെയാട്ടോ. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം വേണമെങ്കിൽ അത് സൈഡിലേക്ക് എഴുതി വെച്ചു. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 0 1
5 6 ഇവയിൽ ഏതെങ്കിലുമായാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെയും അവസാനത്തെ അക്കം ഇത് തന്നെയായിരിക്കും. ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 0യോ 1ഓ 5ഓ 6ഓ വന്നാൽ അതിൻ്റെ മുകളിൽ ഏത് പവർ എഴുതിയാലും ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ അവസാനത്തെ അക്കം അത് തന്നെയായിരിക്കും. അതായത് 40⁻12 ഇതിൻ്റെ അവസാനത്തെ അക്കം 0 ആയിരിക്കും. 75⁻13 ഇതിൻ്റെ അവസാനത്തെ അക്കം 5 ആയിരിക്കും. 196 ഇതിൻ്റെ അവസാനത്തെ അക്കം 6 ആയിരിക്കും. അപ്പോൾ ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം 0 1 5 6 ഇവയിൽ ഏതെങ്കിലും ആയാൽ സംഖ്യയുടെ ഏതൊരു പവറിൻ്റെ അവസാനത്തെ അക്കം അത് തന്നെയായിരിക്കും. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കുട്ടയിൽ പൂക്കളിടുമ്പോൾ ഓരോ മിനിറ്റിലും ഇരട്ടിയാകുന്നു. 8 മിനിറ്റ് കൊണ്ട് കുട്ട നിറയുന്നു എങ്കിൽ ആ കുട്ടയുടെ പകുതി നിറയുന്നതിന് എത്ര സമയം വേണം? 8 മിനിറ്റ് കൊണ്ട് കുട്ട നിറയുമെങ്കിൽ കുട്ടയുടെ പകുതി നിറയാൻ 7 മിനിറ്റ് വേണം. മക്കളെ, അത് നല്ലൊരു ചോദ്യമാണ്. അതായത് നിങ്ങൾ ഓർക്കുക, ഓരോ മിനിറ്റിലും ഇരട്ടിയാകും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓരോ മിനിറ്റിലും ഇരട്ടിയാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഓരോ മിനിറ്റിലും ഇരട്ടിയാകുമെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് ഈ കുട്ടയുടെ കറക്റ്റ് പകുതി നിറഞ്ഞാലല്ലേ 8ാമത്തെ മിനിറ്റിൽ ഇരട്ടിയായിട്ട് കുട്ട നിറയത്തുള്ളൂ. കണ്ടോ? അപ്പം നിറയാൻ 8 മിനിറ്റ് വേണമെങ്കിൽ പകുതി നിറയാൻ 7 മിനിറ്റ് വേണം. 7 മിനിറ്റ് കൊണ്ട് പകുതി നിറഞ്ഞു, 8ാമത്തെ മിനിറ്റിൽ അത് ഇരട്ടിയാകുമ്പോൾ കൊട്ട നിറയാകും. കണ്ടോ? അപ്പം നിറയാൻ 8 മിനിറ്റ് വേണമെങ്കിൽ പകുതി നിറയാൻ എത്ര മിനിറ്റ് വേണം എന്ന് ചോദിച്ചാൽ 7 മിനിറ്റ്. മനസ്സിലായോ മക്കളെ? 7 മിനിറ്റ് കൊണ്ട് പകുതി നിറഞ്ഞാലേ അടുത്ത 1 മിനിറ്റ് ആകുമ്പോൾ ഓരോ മിനിറ്റിൽ ഇരട്ടിയാകും. അപ്പോൾ 7 മിനിറ്റ് കൊണ്ട് പകുതി നിറഞ്ഞാലല്ലേ അടുത്ത 1 മിനിറ്റിൽ ബാക്കി പകുതിയും കൂടെ നിറഞ്ഞ് മുഴുവനാകത്തുള്ളൂ. അപ്പോൾ 8 മിനിറ്റ് കൊണ്ട് മുഴുവനായി എന്ന് പറഞ്ഞാൽ 7 മിനിറ്റ് കൊണ്ട് പകുതിയായി എന്നർത്ഥം. ഓക്കെ, ആൻസർ 7 അടുത്ത ചോദ്യം. 1നും 10നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ നിരത്തി എഴുതി ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ. 1നും 10നും ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3 5 7 9. ഇത് നിരത്തി എഴുതി ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിയാൽ പോരെ. 9 7 5 3. സോ 9753 ആൻസർ. 9753 എളുപ്പമാണ് അല്ലേ? നെക്സ്റ്റ് വൺ. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 എത്ര തവണ ആവർത്തിക്കും? നിങ്ങൾ 1 മുതൽ 100 വരെ എഴുതുമ്പം 2 എന്ന സംഖ്യ എത്ര തവണ ആവർത്തിക്കും എന്ന്. 2 എന്ന് എഴുതുമ്പോൾ 2 വരുന്നുണ്ട്, 12ൽ 2 ഉണ്ട്, 20ൽ 2 ഉണ്ട്, 21ൽ 2 ഉണ്ട്, 22ൽ 2 ഉണ്ട്, 23ല് 24ല് 25ല് 26ല് 27ല് 28ല് 29ല് 32ല് 42 52 62 72 82 92 ഇതിലെല്ലാം 2 ഉണ്ട്. ആണോ? അപ്പോൾ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 എത്ര തവണ ആവർത്തിക്കും എന്ന് ചോദിച്ചാൽ 20 തവണ ആവർത്തിക്കും. 2 എത്ര തവണ ആവർത്തിക്കും എന്ന് ചോദിച്ചാൽ 2 20 തവണ ആവർത്തിക്കും. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 20 തവണ ആവർത്തിക്കും. ഓക്കെ, ഇനി 2 മാത്രമല്ല മക്കളെ, 2 മുതൽ 9 വരെയുള്ള 2 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും 20 തവണ ആവർത്തിക്കും. 20 തവണ ആവർത്തിക്കും. അപ്പം 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 2 മുതൽ 9 വരെയുള്ള എല്ലാ സംഖ്യകളും 20 തവണ ആവർത്തിക്കും. 2 എത്ര തവണ ആവർത്തിക്കും എന്ന് ചോദിച്ചാലും 20. 3 എത്ര തവണ ആവർത്തിക്കും എന്ന് ചോദിച്ചാലും 20. 4 എത്ര തവണ ആവർത്തിക്കും എന്ന് ചോദിച്ചാലും 20. 5 എത്ര തവണ ആവർത്തിക്കും എന്ന് ചോദിച്ചാൽ 20. എല്ലാം 20. 2 മുതൽ 9 വരെയുള്ളത് എല്ലാം 20 തവണയാണ്. കേട്ടല്ലോ? ഇനി 1 21 തവണ വരും. 1 21 തവണ. 0 എന്ന് പറഞ്ഞാൽ 11 തവണ കേട്ടോ. 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 1 21 തവണ ആവർത്തിക്കും, 0 11 തവണ ആവർത്തിക്കും, 2 മുതൽ 9 വരെയുള്ളതെല്ലാം 20 തവണ ആവർത്തിക്കും. ഒന്ന് കാണാതെ മനസ്സിലാക്കി വെച്ചോണം കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 400 പേജുള്ള ഒരു ബുക്ക് നമ്പർ ഇടണമെങ്കിൽ ആകെ എത്ര അക്കങ്ങൾ വേണ്ടി വരും? നല്ല ചോദ്യമാണ്. 400 പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ ആകെ എത്ര അക്കങ്ങൾ വേണ്ടി വരും? മക്കളെ, ഇപ്പൊ ചോദ്യം 50 പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ 90 പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണമെന്നാണെങ്കിൽ, ഇങ്ങനെയൊക്കെ വന്നാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ 2n-9 ഇരട്ടി എടുക്കുക, 9 കുറയ്ക്കുക എന്നുള്ളതാണ്. ഇനി 1 മുതൽ 300 പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ, അല്ലെങ്കിൽ 400 പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യേണ്ടത് 3n-1 ≠ 108 എന്നതാണ്. അപ്പൊ എന്താ അവിടെ വ്യത്യാസം എന്ന് പറയാം. ഇവിടെ രണ്ടക്ക സംഖ്യയിലല്ലേ അവസാനിക്കുന്നേ? ആണോ? 50, 90 ഇങ്ങനെ രണ്ടക്ക സംഖ്യയിൽ അവസാനിക്കുന്ന കേസിൽ എത്ര അക്കങ്ങൾ വേണം എന്ന് ചോദിച്ചാൽ ഇരട്ടി എടുത്ത് 9 കുറയ്ക്കണം. ഇനി 3 അക്ക സംഖ്യയിൽ അവസാനിക്കുന്ന കേസിൽ എത്ര അക്കങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ 3 ഇരട്ടി എടുത്ത് 108 കുറയ്ക്കണം. 2 അക്ക സംഖ്യയിൽ അവസാനിക്കുന്ന കേസിൽ എത്ര അക്കങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ ഇരട്ടി എടുത്ത് 9 കുറയ്ക്കണം. 3 അക്ക സംഖ്യയിൽ അവസാനിക്കുന്ന കേസിൽ എത്ര അക്കങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ 3 ഇരട്ടി എടുത്ത് 108 കുറയ്ക്കണം. അപ്പൊ 2 അക്ക സംഖ്യ ആണെങ്കിൽ ഇരട്ടി എടുത്ത് 9 കുറയ്ക്കുക, 3 അക്ക സംഖ്യ ആണെങ്കിൽ 3 ഇരട്ടി എടുത്ത് 108 കുറയ്ക്കുക. സംഗതി മനസ്സിലായല്ലോ? 2 അക്ക സംഖ്യ ആണെങ്കിൽ ഇരട്ടി എടുത്ത് 9 കുറയ്ക്കണം, 3 അക്ക സംഖ്യ ആണെങ്കിൽ 3 ഇരട്ടി. ഇനി 4 അക്ക സംഖ്യയിലാണെങ്കിൽ 4 ഇരട്ടി എടുത്ത് 1107 കുറയ്ക്കുക. അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, റെയറായിട്ട് ഒരു തവണ വന്നിട്ടേ ഉള്ളൂ. അപ്പം 2 അക്ക സംഖ്യയിൽ അവസാനിക്കുന്നതാണ് പേജുകളുടെ എണ്ണമെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ ഇരട്ടി എടുത്ത് 9 കുറയ്ക്കണം. 3 അക്ക സംഖ്യയിൽ അവസാനിക്കുന്നതാണ് പേജുകളുടെ എണ്ണമെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ 3 ഇരട്ടി എടുത്ത് 108 കുറയ്ക്കണം. 4 അക്ക സംഖ്യയിൽ അവസാനിക്കുന്നതാണ് പേജുകളുടെ എണ്ണമെങ്കിൽ എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ 4 ഇരട്ടി എടുത്ത് 1107 കുറയ്ക്കണം. അപ്പൊ 400 പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ നമുക്കറിയാം, 400 പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ 1 മുതൽ 400 വരെ എഴുതണം. അതിന് എത്ര അക്കങ്ങൾ വേണമെന്നറിയാൻ 3 ഇരട്ടി എടുത്ത് 108 കുറയ്ക്കുന്നതാണ് ഉത്തരം. ആണോ? 400ന്റെ 3 ഇരട്ടി 1200. അതിൽ നിന്ന് 108 കുറച്ചാൽ നമ്മുടെ ആൻസർ കിട്ടും 1200 - 108 1092 എന്ന് കിട്ടും. 1092. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 1092, 1092 എന്ന് വരും. അപ്പോൾ ഓർക്കുക കേട്ടോ. അപ്പോൾ പേജുകളുടെ എണ്ണം 2 അക്ക സംഖ്യയിൽ അവസാനിച്ചാൽ 2 ഇരട്ടി എടുക്കുക, 9 കുറയ്ക്കുക. പേജുകളുടെ എണ്ണം 3 അക്ക സംഖ്യയിൽ അവസാനിക്കുന്ന എത്ര അക്കങ്ങൾ വേണമെന്ന് ചോദിച്ചാൽ 3 ഇരട്ടി എടുക്കുക, 108 കുറയ്ക്കുക. പേജുകളുടെ എണ്ണം 4 അക്ക സംഖ്യ, 1 മുതൽ 1000 വരെ പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ, അല്ലെങ്കിൽ 1 മുതൽ 2000 വരെ പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ, അല്ലെങ്കിൽ 1200 പേജുള്ള ബുക്ക് നമ്പർ ഇടാൻ എത്ര അക്കങ്ങൾ, ഡിജിറ്റുകൾ വേണമെന്ന് ചോദിച്ചാൽ 4 ഇരട്ടി എടുക്കുക, 1107 കുറയ്ക്കുക എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? യെസ്. 54, 84, 97 എന്ന സംഖ്യയിൽ 8ന്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര? അപ്പോൾ ഒരു വലിയ സംഖ്യ തന്നേക്കുവാണേ. 54, 84, 97 ഒരു വലിയ സംഖ്യ തന്നിട്ട് ഇതിൽ 8ന്റെ സ്ഥാനവില മക്കളെ, ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ 8ന്റെ സ്ഥാനവിലയാണ് കാണണമെങ്കിൽ 8ന്റെ അവിടെ 8 എന്ന് എഴുതിയിട്ട് ബാക്കിയുള്ള സംഖ്യകൾക്കെല്ലാം പകരം 0 ഇട്ട് കൊടുത്താൽ മതി. അതാണ് ഒരു സംഖ്യയുടെ സ്ഥാനവില. കണ്ടോ? 8ന്റെ സ്ഥാനവില കാണാൻ 8 എന്ന് എഴുതുക, ബാക്കിയുള്ളതിനെല്ലാം 0 ഇട്ട് കൊടുക്കുക. 8ന്റെ സ്ഥാനവില 8000 ആണ്. ഇനി 4ന്റെ സ്ഥാനവില ചോദിച്ചാൽ 4ന് ശേഷമുള്ള സംഖ്യകൾക്കെല്ലാം 0 ഇട്ട് കൊടുക്കുക, 400. കണ്ടോ? 9ന്റെ സ്ഥാനവില ചോദിച്ചാൽ 9ന് ശേഷമുള്ള സംഖ്യയ്ക്കെല്ലാം 0 ഇട്ട് കൊടുക്കുക, 90. കണ്ടോ? 4ന്റെ സ്ഥാനവില ചോദിച്ചാൽ 4ന് ശേഷമുള്ള സംഖ്യകൾക്കെല്ലാം 0 ഇട്ട് കൊടുക്കുക, 40,000. അപ്പോൾ ഒരു സംഖ്യയ്ക്ക് ശേഷം 0 ഇട്ട് കൊടുത്താൽ ആ സംഖ്യയുടെ സ്ഥാനവില കിട്ടും. ഇവിടെ 8ന്റെ സ്ഥാനവില ചോദിച്ചാൽ 8ന് ശേഷം 0 ഇട്ട് കൊടുത്തു, അപ്പോൾ എനിക്ക് 8000 കിട്ടി. ഇതാണ് സ്ഥാനവില. ഇനി 8ന്റെ മുഖവില, ഒരു സംഖ്യയുടെ മുഖവില ആ സംഖ്യ തന്നെയാണ്. ഓർക്കുക, ഒരു സംഖ്യയുടെ മുഖവില ആ സംഖ്യ തന്നെയാണ്. 8ന്റെ മുഖവില 8. അപ്പൊ സ്ഥാനവിലയെ, അതായത് 8000നെ മുഖവിലയായ 8 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്ന? 8000ത്തെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 1000 ആണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ 1000 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പം 8ന്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര? അപ്പോൾ ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം 0 ഇട്ട് കൊടുക്കണം.
ഒരു സംഖ്യയുടെ മുഖവില എപ്പോഴും ആ സംഖ്യ തന്നെ. 5ന്റെ മുഖവില ചോദിച്ചാൽ 5, 4ന്റെ മുഖവില 4, 8ന്റെ മുഖവില 8. അപ്പൊ 8000നെ 8 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 1000 ആണ്. അടുത്തത്, ഒരു പവൻ സ്വർണം എത്ര ഗ്രാമാണ്? എല്ലാവർക്കും അറിയാം, ഒരു പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം സ്വർണമാണ് അല്ലേ. ഇനി 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 125 പവനാണ്. ഇതും കൂടെ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ അഡീഷണലായിട്ട്. 1 കിലോഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ 125 പവൻ സ്വർണമാണ്. ഒരു പവൻ 8 ഗ്രാം ആണ്. 1 കിലോഗ്രാം സ്വർണം 125 പവനാണ്. അടുത്തത്, ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം 32ഉം ശിഷ്ടം 5ഉം കിട്ടി എങ്കിൽ സംഖ്യ ഏത്? ഓക്കെ, അപ്പോൾ ഒരു സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ ഞാൻ ഒരു സംഖ്യ എന്നത് എക്സ് എന്നെടുത്തു അല്ലേ. സംഖ്യ ഏതാണ് നമുക്കറിയില്ല. ഇതിനെ 8 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഇവിടെ അല്ലേ 8 എഴുതുന്നത്. അപ്പോൾ ഹരണഫലം 32 കിട്ടി. ഹരണഫലം നമ്മൾ മുകളിൽ എഴുതും. ശിഷ്ടം 5 കിട്ടി. ഹരണഫലം 32ഉം ശിഷ്ടം 5ഉം കിട്ടി എങ്കിൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. കണ്ടോ? അപ്പോൾ ഹരിക്കുന്ന ഫോർമാറ്റിലേക്ക് ഞാൻ ആ ചോദ്യം എടുത്തെഴുതി. ഒരു സംഖ്യ എക്സ്, അതിനെ 8 കൊണ്ട് ഹരിച്ചു ആണോ. അപ്പോൾ ഹരണഫലം 32 കിട്ടിയെന്നും ശിഷ്ടം 5 കിട്ടിയെന്നും തന്നിട്ടുണ്ട് എങ്കിൽ ആ സംഖ്യ കാണാം. മക്കളെ, ഇനി എപ്പോഴും ഓർക്കുക, ഇങ്ങനെ എഴുതി കഴിഞ്ഞ് ഈ സൈഡിൽ കിടക്കുന്ന രണ്ടും ഗുണിച്ചിട്ട് ഈ താഴത്തേത് കൂട്ടുന്നതായിരിക്കും ഇത് എന്നൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ കിടക്കുന്ന രണ്ടും ഗുണിക്കുക, ഇത് കൂട്ടുന്നതായിരിക്കും ഈ അകത്തേത്. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ നോക്കിയേ, ഞാനേ 15നെ 7 കൊണ്ട് ഹരിച്ചു 2 തവണ 14 വരെ, ബാക്കി ശിഷ്ടം 1. ഇനി ഞാൻ പറഞ്ഞ പോലെ ചെയ്തേ, ഇത് തമ്മിൽ ഗുണിക്കുക. ഇത് തമ്മിൽ ഗുണിക്കുമ്പോൾ 14 കിട്ടി. ഇത് കൂട്ടുക, 15 കിട്ടിയില്ലേ. ഇത് തമ്മിൽ ഗുണിച്ച് 1 കൂട്ടിയാൽ 15 കിട്ടും. ഇതും ഇതും കൂടെ ഗുണിക്കുക, ഇത് കൂട്ടുന്നതായിരിക്കും ഇത്. അപ്പോൾ 7 × 2 14, 14ൻ്റെ കൂടെ 1 കൂട്ടിയാൽ ഈ 15 കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇതും ഇതും ഗുണിച്ചിട്ട് ഇത് കൂട്ടുന്നത് അകത്തേന് തുല്യമായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 32 × 8 + 5 എന്ന് പറഞ്ഞാൽ അത് അകത്തെ എക്സിന് തുല്യമായിരിക്കും. 32 × 8 256 + 5 എക്സിൻ്റെ വില. അത് 261 എന്നാണ് വരുന്നത്. 261. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, 261. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ കൂടെ ഓർത്ത് വെക്കുക കേട്ടോ. ഇതിനെ നമ്മൾ കോഷ്യൻ്റ് എന്ന് പറയും, ഹരണഫലം. ഇതിനെ നമ്മൾ ഡിവൈസർ എന്ന് പറയും. ഇതിനെ നമ്മൾ റിമൈൻഡർ എന്ന് പറയും. ഇതിനെ നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയും. ഇതിൻ്റെ മലയാളം ഹാര്യം എന്നാണ്. ഇതിൻ്റെ മലയാളം ഹാരകം എന്നാണ്. ഇത് ഹരണഫലമാണ്. ഇത് ശിഷ്ടമാണ് അല്ലേ. മലയാളം പേരുകളും ഓർക്കുക അല്ലേ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇതാ മക്കളെ. കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻ്റ് ആണ്. കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻ്റ് ആണ്. കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻ്റ് ആണ് കേട്ടോ. സൈഡിലത്തെ രണ്ടും ഗുണിച്ചിട്ട് താഴത്തേത് കൂട്ടുന്നതാണ് അകത്തെ സംഖ്യ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ശരി, ഇതാണ് കോഷ്യൻ ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈക്വൽ ടു ഡിവിഡൻഡ്. ഏത് സംഖ്യേനെയാണോ ഹരിക്കുന്നത് ആ സംഖ്യേനെ ഡിവിഡൻഡ് അല്ലെങ്കിൽ ഹാര്യം എന്ന് പറയും. ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യേനെ ഡിവൈസർ അല്ലെങ്കിൽ ഹാരകം എന്ന് പറയും. മുകളിൽ ഉത്തരവായിട്ട് കിട്ടുന്നതാണ് ഹരണഫലം, ബാക്കി വന്നാണ് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ. അടുത്തത്, 2 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വലയുടെ 10ൽ 1 ഭാഗത്തിൻ്റെ നീളം എത്ര മില്ലിമീറ്ററാണ്? ഓക്കെ, ആദ്യം ഓർക്കുക, 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഈ രണ്ട് കാര്യം ആദ്യം പഠിച്ചു വെക്കുക. 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 20 മില്ലിമീറ്റർ ആണ്. 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 20 മില്ലിമീറ്റർ. 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണെങ്കിൽ 2 സെൻറ്റിമീറ്റർ 20 മില്ലിമീറ്റർ. ഇനി 20 മില്ലിമീറ്ററിൻ്റെ 10ൽ1 ആണോ? 20 മില്ലിമീറ്ററിൻ്റെ 10ൽ1. 20ൻ്റെ 10ൽ1 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 2 മില്ലിമീറ്റർ എന്ന് കിട്ടും.
ഈ ചോദ്യത്തിൻ്റെ ആൻസർ 2 2 മില്ലിമീറ്റർ. എത്ര മില്ലിമീറ്റർ ആണെന്ന്? 2 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററിൻ്റെ 1/10 ഭാഗം എത്ര മില്ലിമീറ്റർ ആണെന്ന്. അപ്പോൾ ആദ്യം 2 സെൻറ്റിമീറ്റർ ഞാൻ മീറ്ററിലേക്ക് മാറ്റി പറഞ്ഞു. 2 സെൻറ്റിമീറ്റർ 20 മില്ലിമീറ്ററാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെ 1/10 ഭാഗം കാണാൻ 20 മില്ലിമീറ്ററിൻ്റെ 1/10 ഭാഗം കണ്ടാൽ മതി. 20 മില്ലിമീറ്ററിൻ്റെ 1/10 ഭാഗം 2 മില്ലിമീറ്റർ. സോ ആൻസർ 2. റെഡി അല്ലേ? അപ്പം ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞ ഏതൊക്കെയാ? 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ അല്ലേ? അപ്പോൾ 2 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണ്, 2 സെൻറ്റിമീറ്റർ 20 മില്ലിമീറ്റർ. ഇനി 20 മില്ലിമീറ്ററിൻ്റെ 1/10 ഭാഗം എത്ര മില്ലിമീറ്റർ ആണെന്ന് അറിയണം. 20 മില്ലിമീറ്ററിൻ്റെ 1/10 ഭാഗം 2 മില്ലിമീറ്റർ ആണ്. അടുത്തത്, തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുക 63 ആയാൽ ഇവയിൽ വലിയ സംഖ്യ ഏത്? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളാണ് മക്കളെ. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നടുക്കത്തെ എണ്ണൽ സംഖ്യ എക്സ് എന്നും, അതിന് മുൻപുള്ളത് x-1 എന്നും, അത് കഴിഞ്ഞുള്ളത് x+1 എന്നും എടുക്കുക. നടുക്കത്തേത് എക്സ്, അതിന് മുൻപുള്ളത് x-1, അത് കഴിഞ്ഞുള്ളത് x+1. ഇതിൻ്റെ തുക 63 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x-1 പ്ലസ് എക്സ് പ്ലസ് x+1 ഇതാണ് 63 എന്ന് കിട്ടുന്നത്. ആണോ? ഇത് 3ഉം കൂട്ടുമ്പം എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 3x അല്ലേ? -1ഉം +1ഉം 0. അപ്പോൾ 3x = 63 എന്ന് കിട്ടും. അതിൽ നിന്ന് x = 63/3 21 എന്ന് കിട്ടും. x 21 ആണെങ്കിൽ അതിലെ വലിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നടുക്കത്തെ സംഖ്യയല്ലേ നമ്മൾ എക്സ് എന്ന് എടുത്തേക്കുന്നത്. അപ്പം വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ x+1 തുല്യമായിരിക്കും. 21 + 1 22 എന്ന് കിട്ടും കേട്ടോ. തുടർച്ചയായ 3 സംഖ്യകൾ, ഒരെണ്ണം എക്സ്, ഒരെണ്ണം x+1, ഒരെണ്ണം x+2 ഇങ്ങനെ എടുത്ത് ചെയ്യാൻ തെറ്റൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഈ -1ഉം +1ഉം കൂടെ 0 ആയി പൊക്കോളും. കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ടാണ് തുടർച്ചയായ 3 സംഖ്യകൾ എന്ന് പറയുമ്പം ഇങ്ങനെ എടുക്കാൻ കാരണം. ഇങ്ങനെ എടുത്താലുള്ള പ്രശ്നം കുറച്ചുകൂടെ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ തെറ്റൊന്നുമില്ല. ഇതാണ് കുറച്ചുകൂടി എളുപ്പം ചെയ്യാൻ. അതാണ് അങ്ങനെ എടുക്കാൻ കാരണം കേട്ടോ. മുന്നോട്ട്. 1 ലക്ഷത്തിൽ എത്ര നൂറുകളുണ്ട് മക്കളെ? 1 ലക്ഷത്തിൽ എത്ര നൂറുകൾ ഉണ്ടെന്നറിയാൻ 1 ലക്ഷം/100 ചെയ്താൽ പോരെ? ഇപ്പം 100ൽ എത്ര 5 ഉണ്ടെന്നറിയാൻ നമ്മൾ 100/5 അല്ലേ ചെയ്യുന്നത്? 100ൽ എത്ര 5 ഉണ്ടെന്നറിയാൻ 100/5 20. അപ്പോൾ 1 ലക്ഷത്തിൽ എത്ര നൂറുകൾ ഉണ്ടെന്നറിയാൻ 1 ലക്ഷം/100 ചെയ്താൽ മതി. ഈ 2 0 ഈ 2 0 വെട്ടിപ്പോയി. 1 ലക്ഷത്തിൽ എത്ര നൂറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 ലക്ഷത്തിൽ 1000 നൂറുകളുണ്ട്. 1 ലക്ഷത്തിൽ 1000 നൂറുകളുണ്ട് അല്ലേ? 100ൽ എത്ര 5 ഉണ്ടെന്നറിയാൻ 100/5 അല്ലേ? 20ൽ എത്ര 4 ഉണ്ടെന്നറിയാൻ 20/4. അപ്പോൾ 1 ലക്ഷത്തിൽ എത്ര നൂറുകൾ ഉണ്ടെന്നറിയാൻ 1 ലക്ഷം/100 ചെയ്താൽ മതി. 1 ലക്ഷത്തിന് 1ഉം 5 പൂജ്യവും, 1 കോടിക്ക് 1ഉം 7 പൂജ്യവും. പഠിക്കണേ, 1 ലക്ഷത്തിന് 1ഉം 5 പൂജ്യവും, 1 കോടിക്ക് 1ഉം 7 പൂജ്യവും. മറക്കണ്ട കേട്ടോ. അപ്പം നമുക്കേ ഇന്നത്തെ പാർട്ട് വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചാലോ? യെസ്. അപ്പം നമ്മൾ LGS പരീക്ഷകൾക്ക് നമ്പേഴ്സിൽ നിന്ന് വന്ന കുറേ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ശരിയല്ലേ? കുറേ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. LGS പരീക്ഷകൾക്ക് ചോദിച്ച നമ്പേഴ്സിൽ നിന്ന് വന്ന കുറേ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. അപ്പം നമ്പേഴ്സിൻ്റെ ചോദ്യങ്ങൾ നമുക്കിവിടെ നിർത്താം. അടുത്ത ദിവസം നമുക്ക് LCM HCFുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് LGSന് വന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാം. അപ്പം നമ്പേഴ്സിൻ്റെ ചോദ്യങ്ങൾ ഒരു 3 പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 3ാമത്തെ പാർട്ടാണ്. അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പരീക്ഷകൾക്ക് സീരിയസ് ആയിട്ട് നോക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കൂടുതൽ ഉത്സാഹത്തോടെ വൃത്തിയായിട്ട് ചെയ്യാൻ എനിക്കത് പ്രചോദനമാണ്. അപ്പോൾ ശരി മക്കളെ, ടാറ്റാ.